സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളുയർത്തി വീശിക്കൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എത്രയാണ്? 12. ഒത്തിരി സമയമെടുക്കുന്ന ആലോചിച്ച് കിട്ടുവാനായിട്ട്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ 12. ഒന്നാമത്തെ ഫലം എന്താണ്? സ്നേഹം. നമുക്കില്ലാത്തത് കൊണ്ട് കിട്ടുന്നില്ല. അപ്പോൾ സ്നേഹത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച്, ഗുണവിശേഷങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഒരുമിച്ച് പറയാം. ഒന്നുകൂടി പറഞ്ഞേ. അടുത്തിരിക്കുന്നവരെ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞേ. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായോ? പ്രിയപ്പെട്ടവരെ, സ്വാർത്ഥത അത് ഒരു മനോഭാവമാണ്. മറ്റുള്ളവരുടെ നന്മയേക്കാൾ അധികം സ്വന്തം സുഖവും മറ്റുള്ളവരുടെ താല്പര്യങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കുമൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന മനോഭാവത്തെയാണ് സ്വാർത്ഥത എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ അതിനെ സെൽഫ് സീക്കിംഗ് എന്ന് പറയും. സ്വാർത്ഥതയുള്ളവർ അന്വേഷിക്കുന്നത് എങ്ങനെ മറ്റുള്ളവരുടെ അവസരങ്ങൾ കൂടി നേടിയെടുക്കാമെന്നാണ്, സ്വന്തമാക്കാമെന്നാണ് അന്വേഷിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാകില്ല. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ അവർ ദുരുപയോഗിക്കുകയും മാത്രമല്ല, അങ്ങനെ ദുരുപയോഗിക്കുന്നവർക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടാകുകയില്ല. അവരങ്ങനെ അവരുടെ സ്വാർത്ഥതയിൽ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകും. 1996 ഉദയസിംഗ് എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യനെ ആക്സിഡന്റ് പറ്റിയിട്ട് ഡൽഹിയിലെ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയി. പ്രായപൂർത്തിയാകാത്തൊരു പയ്യനായുണ്ട്. ഒരു 10-13 വയസ്സുണ്ടാവും. ഹരിയാനക്കാരനാണ്. കോയമ്പത്തൂർ വെച്ചാണ് ആക്സിഡന്റ് ഉണ്ടായത്. ബജാജിന്റെ ഈ വാഹനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന കണ്ടെയ്നർ ലോറിയാണ് ഇടിച്ചത്. അപ്പോൾ ഇവൻ ജോലി ചെയ്തിരുന്ന മറ്റൊരു ലോറിയിലാണ്. ജോലി ചെയ്യുന്ന പറയുമ്പോൾ ഒരു ബാലവേലയാണ്, കാരണം പ്രായപൂർത്തിയാകാത്ത. പക്ഷെ ഇടിച്ചിട്ട് 2 വാഹനങ്ങളും അവനെ ഉപേക്ഷിച്ചിട്ട് പോയി. പിന്നെ അവിടെ കൂടിയിരുന്ന കടക്കാരാണ് ആ പയ്യനെ കൊണ്ട് ആശുപത്രിയിലാക്കി. അങ്ങനെ പിന്നീട് അവിടെ ഉണ്ടായിരുന്ന സോഷ്യൽ വർക്കേഴ്സൊക്കെ സംഘടിച്ച് ഭക്തസംഘടന എല്ലാവരും കൂടി പണമൊക്കെ പിരിച്ച് ഈ പയ്യനെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നത്. പോരാട്ട് അവൻ ഹരിയാനക്കാരനാണ്. അപ്പോൾ അതിന്റെ കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന് നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, കാരണം പ്രായപൂർത്തിയായിട്ടില്ല, അത് ബാലവേലയാണ്. അപ്പൊ കൂടുതൽ പ്രശ്നങ്ങളാണ്.
പക്ഷെ അങ്ങനെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് പൈസയൊക്കെ അവർ കൊടുത്തു. അത് കുറെ കടമ്പകളൊക്കെ കടന്നതിന് ശേഷമാണ്. അപ്പോൾ ഡൽഹിയിൽ, അപ്പൊ ഞാൻ എൻ്റെ ഓർഡിനേഷനൊക്കെ ഞാൻ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ഡൽഹിയിലായിരുന്നു. അങ്ങനെ ഡൽഹി മോണസ്ട്രിയിലാണ് ഈ സോഷ്യൽ വർക്കേഴ്സ് ഈ പയ്യനെ കൊണ്ടുവന്നിട്ട് ആശുപത്രിയിലാക്കിയിട്ട മോണസ്ട്രിയിലാണ് അവർ താമസിച്ചിരുന്നത്. അപ്പോൾ ഇവര് പോയതിനു ശേഷം എല്ലാ ദിവസവും ഈ പയ്യനെ കാണുക, അവന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കുക, അത് കോയമ്പത്തൂരുള്ളവരെയൊക്കെ അറിയിക്കുക എൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി പയ്യനെ എല്ലാ ദിവസവും കാണും. അവിടെ മോണസ്ട്രി അടുത്ത് തന്നെയാ ഹോസ്പിറ്റൽ. അങ്ങനെ അവനോട് വിശദ വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അവന്റെ ജോലി എന്ന് പറയുന്നത് ഡ്രൈവറിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, വെള്ളം വാങ്ങിച്ചു കൊടുക്കുക, ഈ പാൻ പരാഗ്, ഗുഡ്ക, അതുപോലെ തമ്പാക്ക്, ഇതൊക്കെ വാങ്ങിച്ച് സമയാസമയങ്ങളിലൊക്കെ കൊടുക്കുക, അത് കയ്യിലിട്ട് തിരുമ്മിയിട്ടൊക്കെ തയ്യാറാക്കിയിട്ട് ഓടിക്കുന്ന ഡ്രൈവറിന് കൊടുക്കുക. അതായിരുന്നു അവന്റെ പണി. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഭക്ഷണം വാങ്ങിക്കുവാനായിട്ട് അവൻ ലോറിയിൽ നിന്ന് ചാടി ഇറങ്ങിയപ്പോഴാണ് കണ്ടെയ്നർ ലോറി വന്നിടിച്ചത്. അപ്പോൾ അവർ രണ്ടുപേരും അവനെ ഉപേക്ഷിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നതാണ്, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നവർക്ക് എന്ത് തന്നെ ആപത്ത് സംഭവിച്ചാലും അവർക്ക് യാതൊരു കൂസലമുണ്ടാകുകയില്ല. അവർക്ക് എന്ത് സംഭവിച്ചാലും ഇങ്ങനെയുള്ളവർക്ക് യാതൊരു ഭാവ വ്യത്യാസവും ഉണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് സ്വാർത്ഥതയുടെ ഒരു മുഖമെന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കല് ബസ്സിൽ കയറിയപ്പോൾ രണ്ട് യാത്രക്കാർ തമ്മിൽ ഭയങ്കര വഴക്കാണ്. അതിലൊരാളൊരു വികലാംഗനായിരുന്നു, അംഗവൈകല്യമുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ വഴക്കിന് കാരണമെന്ന് പറയുന്നത് ഈ അംഗവൈകല്യമുള്ള വ്യക്തിയുടെ സീറ്റ് മറ്റൊരാൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്, അത് ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും ബഹളവും ഒക്കെയാണ്. അപ്പോൾ മറ്റയാള് പറഞ്ഞതാണ്, ഞാൻ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നതാണ്, അപ്പോൾ എനിക്ക് സീറ്റ് അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ വേറെ ആരോടെങ്കിലും ചോദിക്കുക. അപ്പോൾ വികലാംഗനായിട്ട് അംഗവൈകല്യമുള്ള അംഗപരിമിതിയുള്ള വ്യക്തി പറഞ്ഞു, മറ്റുള്ളവരും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരല്ലേ, ഈ സീറ്റ് എനിക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹം മാറിക്കൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അവസാനം ശല്യം മൂത്ത് കഴിഞ്ഞപ്പോൾ അടുത്തിരുന്ന ഒരു യാത്രക്കാരന് എഴുന്നേറ്റ് കൊടുത്തിട്ട് അത് ഇവിടെ ഇരിക്കുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആ വഴക്ക് അവിടെ അവസാനിക്കുകയാണ്. പറഞ്ഞു വരുന്നത് ഇതാണ്, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട സീറ്റാണെങ്കിൽ കൂടെ അതെങ്ങനെ കൈവശപ്പെടുത്താമെന്ന് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്തുകൊണ്ടാണ്? സ്വാർത്ഥതയുള്ളത് കൊണ്ട്. അതൊക്കെ പോട്ടെ, നമ്മൾ കുമ്പസാരിക്കാൻ പോകില്ല, പെസകാലത്തൊക്കെ വളരെ പ്രത്യേകമായ കുമ്പസാരിക്കാൻ പോകും. അപ്പോൾ വലിയ ക്യൂ ഉണ്ടാവും അല്ലെ, സാധാരണ സംഭവിക്കുന്നത്. കുറച്ച് തിരക്കുള്ള ആൾക്കാരുണ്ടാവും. എങ്ങനെയെങ്കിലും മുമ്പിൽ കയറി കുമ്പസാരിച്ചിട്ട് ആദ്യം വീട്ടിൽ പോകുക. ആ മനോഭാവത്തെ എന്തെന്ന് പറയും? സ്വാർത്ഥത തന്നെയാണ്. അപ്പോൾ എങ്ങനെ മറ്റുള്ളവരെ മറികടന്ന് ആദ്യം കുമ്പസാരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് ചിന്തിക്കുന്നവർ സ്വാർത്ഥതയുള്ളവരാണ്. ഇതൊക്കെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ്. വലിയ വലിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സ്വാർത്ഥതയുള്ള വ്യക്തികൾ, പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ശരിതെറ്റുകളെ പരിഗണിക്കുകയും ഏതു വിധേനയും സ്വന്തം കാര്യം നടക്കണമെന്ന് മാത്രമേ അവർക്ക് വിചാരമുണ്ടാകുകയുള്ളൂ. അങ്ങനെ മാത്രമേ അവർ എന്നും ചിന്തിക്കുകയുള്ളൂ. തങ്ങളുടെ പ്രവൃത്തി എങ്ങനെ മറ്റുള്ളവരെ ദോഷകരമായിട്ട് ബാധിക്കുന്നു എന്നൊന്നും അവർക്കറിയേണ്ട കാര്യമില്ല. സ്വാർത്ഥലാഭം അന്വേഷിക്കുന്നവർക്കൊരിക്കലും ആചാരമര്യാദകൾ ഉണ്ടാകില്ല. പ്രായത്തെ അവർ ഒരിക്കലും ബഹുമാനിക്കില്ല. ഒരാളുടെ സ്ഥാനത്തെ അവർ ഒരിക്കലും ആദരിക്കുകയില്ല. അവരുടെ മുമ്പിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, സ്വന്തം കാര്യം നടക്കണം. അല്ലെ, സ്വന്തം കാര്യം നടക്കണം. അവരുടെ ഹൃദയത്തിൽ കരുണയും അനുകമ്പയും അർത്ഥമില്ലാത്ത അധ്യായങ്ങളായിരിക്കും. സ്വന്തവും ബന്ധവുമെല്ലാം സൗകര്യപൂർവ്വം മാറ്റിവെക്കപ്പെട്ട ശുഭചിന്തകളായി ഹൃദയത്തിന്റെ ഒരു കോണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടാകും. അങ്ങനെയുള്ളവർ പറയും, ഈ സ്ഥലം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ്, ഈ സ്ഥലം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ്, ഇതെന്റേതാ.
ഇതെന്റെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് റോഡാണ്, നിങ്ങൾക്ക് വഴി വേണമെങ്കിൽ സ്ഥലം വിറ്റവരോട് നിങ്ങൾ ചോദിക്കും. എന്റെ മണ്ണിൽ നിന്ന് ഒരടി മണ്ണ് പോലും കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വഴി പ്രശ്നത്തിന്റെ പേരിൽ നടന്നിരിക്കുന്ന കൊലപാതകങ്ങൾ നമ്മളൊക്കെ പത്രത്തിൽ വായിക്കുന്നതാണ്. എന്തുമാത്രം പ്രശ്നങ്ങളാണ്, കുടുംബ തകർച്ചകൾ വന്നിട്ടുണ്ട്. അയൽപക്കക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾക്കൊക്കെ കോട്ടം സംഭവിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ കാരണം ഈ സ്വാർത്ഥതയാണ്. ഉത്കൃഷ്ടങ്ങളായ മാനുഷിക ബന്ധങ്ങൾ അനുദിനം തകർന്നുകൊണ്ടിരിക്കുന്ന തികച്ചും ദുഃഖകരമായ ഒരു കാഴ്ചയാണ് ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ മനുഷ്യരാക്കുന്ന സദ്വികാരങ്ങൾക്കൊന്നും ഇന്ന് സ്ഥാനമില്ലാതെ വന്നിരിക്കുകയും പരസ്പരമുള്ള ബന്ധം, പരസ്പരമുള്ള ബഹുമാനം, പരസ്പരമുള്ള വിശ്വാസം, പരസ്പര സഹകരണം, അതുപോലെ പരസ്പരമുള്ള സഹായവും പരസ്പരമുള്ള കരുതലും എല്ലാം ഇന്ന് തേഞ്ഞു മാഞ്ഞ് കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തെ ധന്യവും സംതൃപ്തവും സന്തുഷ്ടവുമാക്കുന്നത് ഈ തരത്തിലുള്ള ബന്ധങ്ങളാണെന്ന്, ഈ വക വികാരങ്ങളാണെന്ന് ഇന്ന് നമ്മൾ ആരും ഓർക്കുന്നില്ല. അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, അയൽക്കാരുമായിട്ടുള്ള ബന്ധം, ഗുരു ശിഷ്യ ബന്ധം, ഇവയെല്ലാം ആധുനിക സമൂഹത്തിൽ ക്രമേണ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, സ്വാർത്ഥതയാണ് നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നത്. ഈ സ്വാർത്ഥരായ മനുഷ്യർക്കൊരിക്കലും സ്നേഹവും ഒന്നും ഉണ്ടാകില്ല. അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ്, അവർക്കത് ഭാരമാണ് സ്നേഹമെന്നൊക്കെ പറയുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ ഓർക്കുക, സ്നേഹമുള്ളിടത്താണ് പരസ്പര ബന്ധം സുദൃഢമാകുന്നത്. സ്വാർത്ഥതയുള്ളിടത്തൊരിക്കലും സ്നേഹവും ബന്ധവും ഒന്നും ഉണ്ടാകില്ല, അതൊരിക്കലും തഴച്ചു വളരുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ വിളിക്കാം, ഈശോയേ. സ്നേഹത്തോടെ വിളിക്കാം, സ്വാർത്ഥത ഉപേക്ഷിച്ച് വിളിക്കാം, വിനയത്തോടെ വിളിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്വാർത്ഥനായ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്. സന്യാസം ആഗ്രഹിച്ച അയാൾ ഒരു ഭാണ്ഡക്കെട്ടുമായി ഒരു ആശ്രമത്തിൽ ഗുരുവിന്റെ അടുത്തെത്തി. ഗുരു അവനോട് ചോദിച്ചു, നീ സന്യാസത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്താ? സ്വർഗം സ്വന്തമാക്കണം, മോക്ഷപ്രാപ്തിയാണ് ലക്ഷ്യം. അവൻ ഉത്തരം പറഞ്ഞു. അപ്പോൾ ഗുരു ചോദിച്ചു, എന്താണ് ഈ ഭാണ്ഡക്കെട്ട്? വെച്ചുമാറാനുള്ള 2 ജോഡി ഉടുപ്പുകൾ. ഗുരു ഉപദേശിച്ചു, സന്യാസം ആഗ്രഹിക്കുന്നവരെല്ലാം ഉപേക്ഷിക്കേണ്ടവരാ, അവനെ തന്നെയും പരിത്യജിക്കണം. മാത്രമല്ല, ഒറ്റയ്ക്ക് സ്വർഗം പ്രാപിക്കാമെന്ന ചിന്ത തന്നെ സ്വാർത്ഥതയാ. നിന്റെ സഹോദരനില്ലാത്ത സ്വർഗത്തിൽ നിനക്കൊറ്റയ്ക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കുമോ? അതുകൊണ്ട് നിന്റെ ഭാണ്ഡവും നിന്റെ ചിന്തയും നിന്നെ തന്നെയും ആശ്രമത്തിന് പുറത്തുപേക്ഷിച്ചുകൊണ്ട് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന സന്യാസിമാരെ നീ സഹായിക്കുക. ഭാണ്ഡം ഉപേക്ഷിച്ചതിന്റെ ദുഃഖത്തോടെ, മനസ്സില്ലാ മനസ്സോടെ ആശ്രമത്തിലേക്ക് പിച്ചവെച്ച് നടന്ന ആ സ്വാർത്ഥനായ മനുഷ്യൻ കരങ്ങൾ കൂപ്പി ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് സ്വർഗം ലഭിക്കണമേ. അവൻ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, ദൈവമേ, എനിക്ക് സ്വർഗം ലഭിക്കണമേ, എനിക്ക് മോക്ഷപ്രാപ്തി ലഭിക്കണമേ. അങ്ങനെ അവൻ തന്റെ പ്രാർത്ഥന ആവർത്തിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവനൊരു അശരീരി കേട്ടു. ഇങ്ങനെ ആരോ അവന്റെ ചെവിയിൽ മന്ത്രിച്ചു, 2 കരങ്ങളും ചേർത്ത് പിടിച്ച് ദൈവത്തോട് യാചിക്കുന്നതിനേക്കാൾ
ഒരു കരമയച്ചു സഹോദരനെ സഹായിക്കുന്നതിനാണ് കൂടുതൽ വിശുദ്ധിയും മൂല്യവുമുള്ളത്. അതാണ് ഒരുവനെ മോക്ഷപ്രാപ്തിക്ക് യോഗ്യനാക്കുന്നത്. ഇരുകരങ്ങളും ചേർത്ത് പിടിച്ച് ദൈവത്തോട് യാചിക്കുന്നതിനേക്കാൾ ആ കരങ്ങളെ നിളച്ചുകൊണ്ട് ഒരുവനെ സഹായിക്കുന്നതിന് അതിലാണ് കൂടുതൽ വിശുദ്ധിയും മൂല്യമുള്ളത്. അതാണ് ഒരുവനെ സ്വർഗപ്രാപ്തിക്ക് യോഗ്യനാക്കുന്നത്. സ്വർഗം ഒരു സമൂഹമാണ്. ആരും തനിയെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല. ഒരു സമൂഹമായിട്ട്, ഒരു തീർത്ഥാടന സമൂഹമായിട്ടാണ് നമുക്കവിടെ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എനിക്ക് സ്വർഗം ലഭിക്കണമേ എന്നായിരുന്നു അയാളുടെ പ്രാർത്ഥന. അത് സ്വാർത്ഥതയിൽ നിന്നും ഉയർന്നു വന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കണമെന്നൊരു ചിന്ത അയാൾക്കില്ലായിരുന്നു. സ്വർഗം സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച എളുപ്പമാർഗമായിരുന്നു സന്യാസമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ സ്വർഗം ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? സന്തോഷമില്ല? സ്വർഗം ആഗ്രഹിക്കുന്നവരെന്ന് കൈപൊക്കിക്ക് കേട്ടോ ശരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളിലൊക്കെ ചിലർ ചിന്തിക്കുന്നത് എങ്ങനെ ഒറ്റയ്ക്ക് സ്വർഗം സ്വന്തമാക്കാമെന്ന. ഭർത്താവിനെ കൂടാതെ എനിക്കെങ്ങനെ സ്വർഗം സ്വന്തമാക്കാം? കാരണം ഭർത്താവ് കുടിയനാണ്, അയാൾ അവിടെ വന്നിട്ട് കാര്യമില്ല. ഭർത്താക്കന്മാർ ചിന്തിക്കുന്നത് എന്താണ്? ഭാര്യയെ കൂടാതെ എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാം? കാരണം വീട്ടിൽ തന്നെ അവൾ ശല്യമാണ്, തന്നിഷ്ടക്കാരത്യ. അവളിന് സ്വർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ശല്യമായിരിക്കും. അതുകൊണ്ട് ഈ ഭാര്യ വേണ്ട, നമുക്ക് ഒറ്റയ്ക്ക് എങ്ങനെ സ്വർഗത്തിൽ പോകാമെന്ന് ചിന്തിക്കുക. ഈ ന്യൂജൻ പുതു തലമുറ അവർ ചിന്തിക്കുന്നത് എന്താണ്? ഈ പ്രായമായിട്ടുള്ള മാതാപിതാക്കന്മാരെ കൂടാതെ എങ്ങനെ സ്വർഗത്തിലേക്ക് പോകാം? കാരണം അവരൊക്കെ പഴഞ്ചന. ചിന്തിക്കാറുണ്ടോ അങ്ങനെ? അയൽക്കാരെ കൂടാതെ എങ്ങനെ സ്വർഗത്തിലേക്ക് പോകാം? അപ്പോൾ മറ്റുള്ളവർ വേണ്ട, എങ്ങനെ സ്വയം സ്വർഗത്തിലേക്ക് പോകാം? പ്രിയപ്പെട്ടവരെ, വത്തിക്കാൻ സെക്കൻഡ് നമ്മളെ പഠിപ്പിക്കുന്ന കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക പ്രമാണരേഖയാണ് വത്തിക്കാൻ സെക്കൻഡ്. അത് പറയുന്നത് എന്താണ്? ദൈവത്തിന് നമ്മളെ രക്ഷിക്കുവാൻ സാധിക്കുന്നത് എങ്ങനെയാ? ഒരു സമൂഹമായിട്ടാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഒരു സമൂഹമായിട്ടാണ്. ദൈവം തന്നെ ഒരു സമൂഹമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സമൂഹം. അപ്പോൾ ദൈവം തന്റെ രൂപത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഒരു സമൂഹമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് നമ്മളെ രക്ഷിക്കണമെങ്കിൽ ഒരു സമൂഹമായിട്ട് രക്ഷിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഒരു തീർത്ഥാടക സമൂഹമായിട്ട് സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമാണ്. കാരണം എന്താണെന്നറിയാമോ? ഒറ്റക്ക് സ്വർഗത്തിൽ പോകാമെന്നുള്ള എന്റെ സന്തോഷം. അതൊക്കെ മുമ്പ് പറഞ്ഞൊന്നും കേട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇരുകരങ്ങളും ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് സ്വർഗം തുറന്നു തരണമേ എന്ന്. എന്നാൽ വീട്ടിലെ പ്രായമായിട്ടുള്ളവരെ സഹായിക്കുവാനായിട്ട് നമ്മളൊരു ചെറുവിരൽ പോലും അനക്കാറില്ല. നിന്റെ സഹായത്തിലൂടെ മാത്രം നിനക്ക് നിന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് കരകയറ്റുവാനായിട്ട് സാധ്യമായിരിക്കെ, അതിന് കൈനീളാത്ത, കരങ്ങൾ നീളാത്ത നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഏത് ദൈവമാണ് നിനക്ക് കരമയച്ചു തരുന്നത്? പ്രിയപ്പെട്ടവരെ, കുടുംബത്തെ സ്വർഗമാക്കുന്നവരുണ്ട്, ഇല്ലേ? കുടുംബത്തെ സ്വർഗമാക്കുന്നവരുണ്ട്. കല്ലും മണ്ണും കൊണ്ട് ഭവനം പണിതാൽ അതെന്തായി മാറും? സ്വർഗമായി മാറില്ല. മറിച്ച് സ്നേഹം കൊണ്ട് ഭവനം പണിതാൽ അത് സ്വർഗമായിട്ട് മാറും. ഈ സ്നേഹ സാമ്രാജ്യത്തിൽ സ്വർഗീയതയ്ക്ക് ഭംഗം വരാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വാർത്ഥതയുടെ നുഴഞ്ഞുകയറ്റം നമ്മൾ തടയിടേണ്ടതാണ്. അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ്. ഈ ഗൗരവപരമായ ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതിനെ നമ്മൾ ചെറുത്ത് തോൽപ്പിച്ചില്ല എങ്കിൽ
അതിനെ തടഞ്ഞില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വർഗമായി തീരേണ്ട നമ്മുടെ കുടുംബം എന്തായി മാറും? അത് നിങ്ങൾ തന്നെ പറഞ്ഞ. സ്വാർത്ഥ വിചാരത്തിന്റെ ശീലങ്ങളെ ചെറുത്തു തോൽപ്പിച്ചാൽ മാത്രമേ നമ്മുടെ കുടുംബത്തെ സ്വർഗമാക്കി നമുക്ക് പൗത്രീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് മിഷൻ ധ്യാനം നടക്കുന്ന അവസരത്തിൽ ഞങ്ങളൊക്കെ വീട് വെഞ്ചരിക്കാനായിട്ട് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വീട് വെഞ്ചരിക്കാൻ പോകുന്ന അവസരത്തില് ഒരു വീട് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയിൽപ്പെട്ടു. കാരണം അതിന്റെ വാതിലിന്റെ മുകളിൽ ഒരു ബോർഡ് തൂങ്ങിക്കിടന്നു, ഇവിടം സ്വർഗം. പക്ഷേ ഇവിടെ സ്വർഗം എന്ന് എഴുതിയിരിക്കുന്ന ആ വീട് കണ്ടാൽ നരകമാണെന്നേ തോന്നുകയുള്ളൂ. കാരണം ആൾ താമസമില്ലാത്ത വീടാണ്, കാടൊക്കെ പിടിച്ചങ്ങനെ കിടക്കുക. അപ്പോൾ വീട് വെഞ്ചരിക്കാനായിട്ട് വീടുകളൊക്കെ കാണിച്ചു തരുവാനായിട്ട് വന്ന സഹോദരനോട് ആ വീടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ. അയാൾ പറഞ്ഞു, അത് ശരിക്കും സ്വർഗതുല്യമായ ഒരു വീടായിരുന്നു. അത് ശരിക്കും സ്വർഗതുല്യമായ ഒരു വീടായിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരുന്നു ആ വീട്ടിലുള്ള കുടുംബാംഗങ്ങളൊക്കെ. ആ സ്വർഗീയ സന്തോഷത്തിലേക്ക് വില്ലനായി ക്ഷണിക്കപ്പെടാത്ത, ആരും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി കടന്നു വന്നു. അയാളുമായി അവൾ അടുപ്പത്തിലായി. ഒരു ദിവസം അവൾ അയാൾക്കൊപ്പം ഇറങ്ങിപ്പോയി. ഇതിൽ മനംതൊന്ത് ഭർത്താവ് 5 വയസ്സുള്ള മകനും പ്രായമുള്ള അമ്മയോടൊപ്പം വീടും വിറ്റ് മറ്റെങ്ങോട്ടോ പോയി. ഒരു കാലത്ത് സ്വർഗമായിരുന്ന, സ്വർഗതുല്യമായിരുന്ന വീട് നരകതുല്യമായി. ഇവിടം സ്വർഗമെന്ന ബോർഡും തൂക്കി ഒരു ദുരന്ത സംഭവത്തിന്റെ അവശേഷിപ്പായി, ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഇന്നും നാടിന്റെ നൊമ്പരമായിട്ട് അവിടെയുണ്ട്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, എത്രയെത്ര ദുരന്തങ്ങളാണ് നമുക്ക് ചുറ്റും അരങ്ങേറുന്നത്. കുടുംബം നരകമായതിന്റെ നിരവധി കഥകളൊക്കെ നമുക്കറിയാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തെ സ്വർഗമാക്കുന്നതും നരകമാക്കുന്നതും നമ്മൾ തന്നെയാണ്. സ്വാർത്ഥ വിചാരങ്ങളുടെ ദുശീലങ്ങളെ തടഞ്ഞാൽ മാത്രമേ കുടുംബത്തെ സ്വർഗസമാനമായി പൗത്രീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സ്വാർത്ഥതയുടെ മേൽ വിജയം വരിക്കുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ്. അത്ര ഈസി അല്ല, എളുപ്പമല്ല. ഒരുമിച്ച് വിളിക്കാം, ഈശോയേ. ഹൃദയം തുറന്ന് വിളിക്കാം, മനഃശുദ്ധിയോടെ വിളിക്കാം, സ്നേഹത്തോടെ വിളിക്കാം, സ്വാർത്ഥത വിട്ടുപോകണമെന്ന ആഗ്രഹത്തോടെ വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഉപദേശി തെരുവിൽ നിന്ന് ജനങ്ങളോട് പ്രസംഗിക്കുകയായിരുന്നു. തന്റെ പ്രസംഗമധ്യേ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് 2 വീടുണ്ടെങ്കിൽ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കില്ലേ? അവർ പറഞ്ഞു, കൊടുക്കും, ഞങ്ങൾ കൊടുക്കും. നിങ്ങൾക്ക് 2 കാറുണ്ടെങ്കിലും അങ്ങനെ തന്നെ ചെയ്യില്ലേ? അവർ തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും. നിങ്ങൾക്ക് 2 ഉടുപ്പുണ്ടെങ്കിൽ ഒന്നില്ലാത്തവന് കൊടുക്കുമോ? ഉത്തരവെന്തായിരുന്നു? മൗനമായിരുന്നു. കാരണം അവർക്ക് 2 ഉടുപ്പല്ല, അതിൽ കൂടുതലുണ്ടായി. അപ്പോൾ 2 വീതമില്ലാതിരുന്ന വീടും കാറുമൊക്കെ അവർ കൊടുക്കുവാനായിട്ട് തയ്യാറായിരുന്നു. പക്ഷെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരാൻ അവർ വിസമ്മതിച്ചു. ഉള്ളത് പങ്കുവയ്ക്കുവാനായിട്ട് അവരുടെ മനസ്സിന് തുറവിയില്ലായിരുന്നു. ഉണ്ടെങ്കിൽ കൊടുത്താൽ മതിയല്ലോ. 2 വീടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരെണ്ണം വാടക കൊടുക്കും അല്ലേ? കിട്ടണ ലാഭം പോരട്ടെ. 2 വണ്ടി ഉണ്ടെങ്കിൽ ഒരെണ്ണം ടാക്സി ആയിട്ട് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, സ്വന്തം ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ
ഉള്ളിന്റെ ഉള്ളിൽ കലർപ്പില്ലാത്ത സ്നേഹമുണ്ടാകണം, കറയില്ലാത്ത സ്നേഹമുണ്ടാകണം. ഇല്ലാത്തവന് കൊടുക്കാതിരിക്കുക മാത്രമല്ല, മറ്റുള്ളവർക്കുള്ളത് പോലും സ്വന്തമാക്കണമെന്ന് ചിന്തിക്കുന്നത് സ്വാർത്ഥത ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട്. അങ്ങനെ ഞാൻ കൊടുത്തിട്ട് അവർ നന്നാകണം, അല്ലേ? അങ്ങനെ അവർക്ക് ഐശ്വര്യവും സമൃദ്ധിയൊന്നും ഞാൻ കൊടുത്തിട്ടുണ്ടാകണം. ഇതാണ് സ്വാർത്ഥതയുള്ളവരുടെ മനോഭാവം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വാർത്ഥത എപ്പോഴും അന്വേഷിക്കുന്നത് എനിക്ക് എന്താണ് ആവശ്യമെന്ന്. പക്ഷെ സ്നേഹം അന്വേഷിക്കുന്നത് മറ്റുള്ളവർക്ക് എന്താണ് ആവശ്യമെന്നുള്ളത്. എന്റെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾക്ക്, കുടുംബത്തിലെ കാര്യം എടുക്കാം ആദ്യം, അവർക്ക് എന്താണ് ആവശ്യമുള്ളത് നമ്മൾ ആദ്യം അന്വേഷിക്കുക, സ്നേഹമുണ്ടെങ്കിൽ. അപ്പോൾ സ്നേഹമുള്ളവന്റെ ഹൃദയം മറ്റുള്ളവരിലേക്കാണ് എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതങ്ങനെ സഞ്ചരിച്ച് വളർന്നുകൊണ്ടിരിക്കും, മറ്റുള്ള ഹൃദയത്തിൽ സ്ഥാനം പിടിക്കും. സ്വാർത്ഥതയുള്ള മനുഷ്യന്റെ ഹൃദയം എങ്ങനെയാ? അതൊരിക്കലും ഇങ്ങനെ സഞ്ചരിക്കാതെ ഇങ്ങനെ ചുരുങ്ങി അത് ഇല്ലാതെ കണ്ടായിത്തീരും, മറ്റുള്ള ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നത്. അതാണ് ഈ സ്വാർത്ഥതയും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം. സ്വാർത്ഥതയുള്ളവർ അന്വേഷിക്കുന്നത് സ്വയം ജീവൻ ത്യജിച്ചു എങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കാമെന്ന്. എന്നാൽ സ്വാർത്ഥതയുള്ളവർ അന്വേഷിക്കുന്നത് അവരെ കൊന്നിട്ടാണെങ്കിൽ കൂടി എങ്ങനെ അവന്റെ സ്വത്തുക്കൾ അപഹരിച്ച് സ്വന്തമാക്കി സുഖമായിട്ട് ജീവിക്കാമെന്ന. അങ്ങനെയല്ലേ? ആണോ ടീച്ചർ? അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്വാർത്ഥതയുടെ വികൃതമുഖമുള്ള രണ്ട് കഥാപാത്രങ്ങളാണ് ആഹാബ് രാജാവും ജെസബേൽ രാജ്ഞിയും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 21-ാം അധ്യായത്തിലാണ് നാം അവരുടെ കഥ വായിക്കുന്നത്. ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തോട് ചേർന്ന് നാബോത്ത് എന്ന കർഷകൻ ഒരു ചെറിയ മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. രാജാവ് അത് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചെങ്കിലും നാബോത്ത് എന്ന കർഷകൻ അത് കൊടുക്കുവാനായിട്ട് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം അതവന്റെ പിതൃസ്വത്തായിരുന്നു. വിൽക്കുവാനായിട്ട് അവന് താല്പര്യമുണ്ടായിരുന്നില്ല. രോഷാകുലനായ രാജാവ് ഭക്ഷണമൊന്നും കഴിക്കാതെ കട്ടിലിൽ തിരിഞ്ഞു കിടക്കുകയാണ്. രാജ്ഞി ജെസബേൽ വന്ന് ചോദിച്ചു, എന്ത് പറ്റി? രാജാവ് കാര്യം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഇത്ര നിസ്സാരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ കടമ്പ പുന്നാരിച്ചു കിടക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ആ പറമ്പ് സ്വന്തമാക്കണമെന്ന് കണക്കൂട്ടിയ ജെസബേൽ രാജ്ഞി ആഹാബിന്റെ പേരും മുദ്രയും വെച്ച് ശ്രേഷ്ഠന്മാർക്കും പ്രഭുക്കന്മാർക്കും കത്തയച്ചു. അതിലിങ്ങനെ എഴുതിയിരുന്നു, നിങ്ങളൊരു ഉപവാസം പ്രഖ്യാപിക്കുകയും ജനത്തെ വിളിച്ചുകൂട്ടി അവിടെ നാബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തുകയും ചെയ്യുവിൻ. അവനെതിരെ 2 നീചന്മാരെ കൊണ്ടുവരുവിൻ. നാബോത്ത് ദൈവത്തിനും രാജാവിനും എതിരായി ദൂഷണം പറഞ്ഞുവെന്ന് അവർ കള്ളസാക്ഷ്യം പറയട്ടെ. എങ്ങനെയുണ്ട് ആ സ്ത്രീ? നമ്മളെപ്പോലെയൊന്നും അല്ലല്ലേ? പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുവിൻ. എത്ര ഈസി ആയിട്ടാണ് രാജാവ് തലപോഞ്ഞ് ആലോചിക്കുക. വളരെ എളുപ്പത്തിൽ കാര്യം സാധിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നാബോത്ത് അങ്ങനെ കുറ്റാരോപിതനായി അതിദാരുണമായി കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ നാബോത്തിനെ കൊന്നിട്ടാണെങ്കിൽ കൂടി തന്റെ ആഗ്രഹം നടപ്പാക്കാൻ നിയമത്തെ പോലും ദുരുപയോഗിക്കുന്ന നാണംകെട്ട സ്വാർത്ഥതയുടെ പര്യായമാണ് ജെസബേലും ആഹാബ് രാജാവും. പ്രിയപ്പെട്ടവരെ, പ്രജകളുടെ സ്വത്തിനും ജീവനുമൊക്കെ സംരക്ഷണം നൽകേണ്ടതാരാ? രാജാവാണ്. അതവന്റെ രാജധർമ്മമാണ്. അപ്പോൾ ആ രാജധർമ്മത്തിന് ഭംഗം വരുവാനായിട്ട് കാരണം അവന് പ്രജകളോട് സ്നേഹമില്ലായിരുന്നു. അവന്റെ സ്നേഹം എന്തായിരുന്നു? പ്രജകളുടെ വസ്തുക്കളോടായിരുന്നു, സമ്പത്തിനോടായിരുന്നു, സ്വത്തിനോടായിരുന്നു താല്പര്യം. അങ്ങനെ അവരെ കൊന്നിട്ടാണെങ്കിൽ പോലും എന്റെ സ്വത്ത് വർദ്ധിപ്പിക്കണം,
എനിക്ക് കാശുണ്ടാക്കണം, എനിക്ക് സന്തോഷിക്കണം, അവരിന് എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊന്നുമില്ല, എന്റെ പേര് നിലനിർത്തണം എന്നൊക്കെ ചിന്തിക്കുന്നവർ ആഹാബിന്റെയും ജസബലിന്റെയും തലമുറയിൽപ്പെട്ടവരാണ്. അവരൊക്കെ സ്വാർത്ഥതയുടെ ഒളിമങ്ങാത്ത പര്യായങ്ങളാണ്. ഇന്ന് നമുക്ക് ചുറ്റും ഇതുപോലെ ഒത്തിരി ആഹാബുമാരും ജസബൽമാരും ഒക്കെ വളർന്നു വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. അവർക്കുള്ള ശിക്ഷ എന്തായിരിക്കും? ജസബലിനും ആഹാബിനും ലഭിച്ച ശിക്ഷ തന്നെയായിരിക്കും എന്ന് നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് വിളിക്കാം, ഈശോയേ. ആധരം തുറന്നു വിളിക്കാം, ഈശോയേ. സർവം സമർപ്പിച്ചു വിളിക്കാം, ഈശോയേ. സ്വാർത്ഥത വിട്ടുപേക്ഷിച്ച് വിളിക്കാം, ഈശോയേ. സ്നേഹം കൊണ്ട് നിറഞ്ഞു വിളിക്കാം, ഈശോയേ. കരുണ വർഷിക്കണമേ, ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ യാക്കോബിന്റെ കഥ നമുക്കറിയാം. സ്വയം അനുഗ്രഹം നേടിയെടുക്കുവാൻ വേണ്ടി ഏത് വേഷം കെട്ടുവാനും എന്ത് ചതിക്ക് കൂട്ടു നിൽക്കുവാനും തയ്യാറായ യാക്കോബ് മറ്റൊരു സ്വാർത്ഥതയുടെ മുഖമാണ്. തന്റെ സഹോദരൻ അവകാശപ്പെട്ട അനുഗ്രഹം തട്ടിയെടുക്കുവാനായിട്ട് തന്റെ പ്രായമായ പ്രിയപ്പെട്ട അപ്പനെ പറ്റിക്കുവാനായിട്ട് അവന് യാതൊരു മടിയുമില്ലായിരുന്നു. ചേട്ടനെ ചതിക്കാനും അവന് യാതൊരു മനസാക്ഷിക്കുത്തുമില്ലായിരുന്നു. വിശന്ന് പൊരിഞ്ഞു വന്ന ഏസാവിന് ഒരു കപ്പ് പായസം കൊടുത്ത് അവസരം മുതലെടുത്ത് അവന്റെ കടിഞ്ഞൂൽ അവകാശം തട്ടിയെടുക്കുന്ന യാക്കോബ് ചിന്തിക്കുന്നത് അവന്റെ സ്വന്തം നേട്ടത്തെ കുറിച്ചാണ്. സഹോദരൻ എന്ത് സംഭവിക്കുന്നു, അവന് കുറവുണ്ടാകുമോ, അവന് ദുഃഖമുണ്ടാകുമോ, അവന്റെ ഭാവി എന്തായി തീരുമെന്നുമെന്നും അവന് ചിന്തിക്കേണ്ട കാര്യമില്ല. അതുമൂലം അവന്റെ സഹോദരനുണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ചോ വേദനകളെക്കുറിച്ചോ സങ്കടങ്ങളെക്കുറിച്ചൊന്നും അവൻ അത് കണക്കിലാക്കുന്നില്ല. അതൊന്നും അവന്റെ വിഷയമേ അല്ല. തന്റെ സഹോദരനോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ അവൻ ഒരിക്കലും ഇങ്ങനെ സ്വാർത്ഥപരമായി പെരുമാറുകയില്ലായിരുന്നു. സ്വാർത്ഥത എങ്ങനെയാണ് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നത് എന്നതിന്റെ നേർസാക്ഷ്യമാണ് യാക്കോബിന്റെ ചരിത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സ്ഥലത്ത്, പേരൊന്നും പറയുന്നില്ല, ഒരു പട്ടണത്തിൽ ഒരേ പേരിലുള്ള ഒരേ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന 2 കടകളുണ്ട് അടുത്തടുത്തായിട്ട്. അതിൽ രണ്ടാമത്തെ കട വരവാനായിട്ടുള്ളതിന്റെ കാരണം ഇങ്ങനെ സ്വാർത്ഥപരമായിട്ടുള്ള ഒരു ചിന്തയായി. ഒരപ്പന് 2 പെൺകുട്ടികളുണ്ടായി. ആ അപ്പന് ടൗണിലും അയാളുടെ വീടിന്, അതും ടൗൺ തന്നെയാ, അവിടെയും ഒരു കടയുണ്ട്. നല്ല സാമാന്യം നല്ല ബിസിനസ്സാണ്, നല്ല ചിലവുകളൊക്കെ ഉള്ള കടയാണ്. അപ്പൊ 2 മക്കളുടെയും വിവാഹത്തിന് ശേഷം സ്വത്ത് തർക്കം ഒരു വിഷയമാണ്. അങ്ങനെ സ്വത്ത് വിഭജിച്ച് നൽകേണ്ടി വന്നപ്പോൾ ഇളയ മരുമകൻ ഇങ്ങനെ പറഞ്ഞു, ചേട്ടന് ഇഷ്ടമുള്ള കടയെടുത്തു. ചേട്ടൻ ടൗണിലെ കടയാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ വീടിനടുത്തുള്ള കടയെടുത്തോളാം. ഇനി ചേട്ടന് വീടിനടുത്തുള്ള കടയാണ് ഇഷ്ടമെങ്കിൽ ഞാൻ ടൗണിലെ കടയെടുത്തോളാം. അപ്പോൾ 2 ടൗൺ തന്നെയാണ്. അപ്പോൾ അങ്ങനെ മൂത്തവൻ ടൗണിലെ കടയെടുത്തു, ഇളയവൻ വീടിനടുത്തുള്ള കടയും എടുത്തു. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഇളയ മരുമകൻ മൂത്തവന്റെ കടയുടെ അടുത്ത് തന്നെ അതേ പേരിൽ അതേ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു കടയും തുടങ്ങി. അപ്പോൾ ഇതുമൂലം മൂത്ത മരുമകനുണ്ടാകുന്ന നഷ്ടമോ വേദനയോ സങ്കടമോ ഒന്നും ഇളയവന് പ്രശ്നമല്ല. അവൻ ചിന്തിക്കുന്നത് സ്വന്തം നേട്ടത്തെക്കുറിച്ചാ. തനിക്കെങ്ങനെ ലാഭമുണ്ടാക്കാം, തന്റെ ബിസിനസ് എങ്ങനെ മെച്ചപ്പെടുത്താം, തന്റെ കുടുംബജീവിതം എങ്ങനെ കൂടുതൽ നല്ല രീതിയിലാക്കാം, എങ്ങനെ കൂടുതൽ സമ്പാദിക്കാം, അതിനേതറ്റം വരെ പോകുവാനും പ്രവർത്തിക്കുവാനും തയ്യാറാകുന്ന ഇളയവൻ.
മറ്റ് തൻ്റെ സഹോദരിയുടെ കുടുംബത്തിൽ എന്ത് സംഭവിക്കും അതൊന്നും തനിക്കറിയേണ്ട കാര്യമല്ല, അതൊന്നും തൻ്റെ വിഷയമല്ല. അവർക്ക് സ്നേഹവും ബന്ധവും ഒന്നും ആവശ്യമില്ല. അവസാനം പ്രിയപ്പെട്ടവരെ, പ്രായമായ അപ്പനെ നോക്കാൻ ആരുമില്ലായിരുന്നു. ഹൃദയവേദനയാൽ ഹാർട്ട് അറ്റാക്ക് വന്ന് ഈ അപ്പൻ മരിക്കുകയാണ്. 2 കടകളിലും അപ്പന്റെ ഫോട്ടോ നന്നായിട്ട് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. മാർഗദീപമേ നയിച്ചാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരിമാർ ഇന്നും അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സ്വാർത്ഥ താല്പര്യങ്ങൾ എങ്ങനെയാണ് കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നതെന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു. നമുക്കൊരുമിച്ച് പറയാം, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഞാൻ സ്വാർത്ഥതയോടെ പെരുമാറില്ല. ഞാൻ സ്വാർത്ഥതയെ വെറുത്തുപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോത്തിന്റെ ജീവിതത്തിൽ അവൻ കാണിച്ച ഒരു സ്വാർത്ഥതയുടെ കഥയുണ്ട്. ദൈവത്തിന്റെ പ്രത്യേക വിളി കിട്ടിയ ഏബ്രഹാം തന്റെ വാഗ്ദാന ദേശത്തേക്കുള്ള യാത്ര ആരംഭിച്ചപ്പോൾ കൂടെ കൂട്ടിയവനാണ് തന്റെ സഹോദരപുത്രനായ ലോത്ത്. കാലം കുറെ കഴിഞ്ഞപ്പോൾ ലോത്തിന് സേവകന്മാരും ആടുമാടുകളുമൊക്കെ വർദ്ധിച്ചു. അവന്റെ സമ്പത്ത് അങ്ങനെ കുമിഞ്ഞുകൂടുകയാണ്. അങ്ങനെ ഒരിക്കൽ ലോത്തിന്റെയും അബ്രഹാത്തിന്റെയും ഇടയന്മാർ തമ്മിൽ ഒരു കലഹമുണ്ടായി. അപ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നീ എന്നെ പിരിഞ്ഞു പോകുക. നീ ഇടതുവശത്തേക്ക് പോയാൽ ഞാൻ വലതുവശത്തേക്ക് പോയിക്കൊള്ളാം. നീ വലതുവശത്തേക്ക് പോയാൽ ഞാൻ ഇടതുവശത്തേക്ക് പോകാം. അപ്പോൾ ലോത്ത് എന്ത് ചെയ്തു? ലോത്ത് ഇങ്ങനെ ചുറ്റും നോക്കി കണ്ണോടിച്ചു നോക്കിയപ്പോൾ ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂപ്രദേശമാണെന്ന് ലോത്ത് കാണുകയാണ്. അവൻ പറഞ്ഞു, എനിക്ക് ആ സ്ഥലം മതി. എന്ത് പറഞ്ഞു? എനിക്ക് ആ സ്ഥലം മതി. നമ്മളൊന്നും അങ്ങനെ പറയില്ലല്ലോ, അല്ലെ? ലോത്ത് അങ്ങനെ പറഞ്ഞു, എനിക്ക് ആ സ്ഥലം മതി. അബ്രഹാത്തിന് പ്രിയപ്പെട്ടവരെ ശേഷിച്ചത് ഒരു മരുഭൂമി മാത്രമായിരുന്നു, വെറും ഒരു വരണ്ട പ്രദേശം. താൻ ജലപുഷ്ടിയുള്ള ഈ സ്ഥലം തിരഞ്ഞെടുത്താൽ തന്നെ ഇത്രയും നാൾ കൂടെ കൊണ്ടു നടന്ന് വളർത്തി വലുതാക്കിയ അബ്രഹാത്തിന് മരുഭൂമിയായിരിക്കുമെന്ന് ലോത്തിന് നന്നായിട്ടറിയാമായിരുന്നു. പക്ഷേ അവനത് കണക്കിലെടുക്കുന്നില്ല. അബ്രഹാത്തിനുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അയാളുടെ കാര്യം. എനിക്ക് നല്ല ഭൂമി കിട്ടണം, ഞാൻ വലുതാകണം, എനിക്ക് സമൃദ്ധി ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഇതാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. ഇതാണ് സ്വാർത്ഥത. എനിക്ക് പരിചയമുള്ള ഒരു ഓഡിറ്ററുണ്ട്, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേര് വിശാലാക്ഷൻ, ചേർത്തലക്കാരൻ. അവരുടെ വീടിന്റെ വസ്തുവൊക്കെ ഭാഗം വെച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും മൂത്ത സഹോദരന് കൂടുതൽ പറമ്പ് നൽകുക. മറ്റു സഹോദരന്മാർക്കും സഹോദരിമാർക്കൊക്കെ നല്ല ജോലിയും മെച്ചപ്പെട്ട ശമ്പളവും ഒക്കെ ഉണ്ട്. മക്കളൊക്കെ ജോലിക്കാരാണ്, അവർക്ക് നല്ല രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെ ഉണ്ട്, ജീവിക്കുവാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഏറ്റവും മൂത്ത പ്രിയപ്പെട്ട ചേട്ടന് മാത്രം ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹം ചോദിക്കാതെ തന്നെ ഈ മക്കളെല്ലാവരും കൂടി, ഈ സഹോദരങ്ങളെല്ലാവരും കൂടി അയാൾക്ക് കൂടുതൽ ഭൂമി നൽകുവാനായിട്ട് തീരുമാനിച്ചു. സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇത്തരമൊരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് എത്ര മനസ്സുകൾ ഒരുമിച്ചുകൂടി എന്നത് നമുക്കൊരു ഉണർത്തുപാഠമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, സഹോദരനെ പോലും ഇല്ലായ്മ ചെയ്യുന്ന ഈ ലോകത്ത്, ഇല്ലായ്മ ചെയ്ത് അവന്റെ സ്വത്ത് അപഹരിക്കുന്ന ഇന്നത്തെ ഈ ലോകത്ത് ഇവരുടെ ഈ നന്മ നിറഞ്ഞ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിനെ പ്രചോദിപ്പിക്കുന്ന സ്നേഹത്തിന്റെ പ്രവാഹം തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സ്വാർത്ഥതയുള്ളവർക്ക് എന്ത് ദുഷ്ടത പ്രവർത്തിക്കുവാനായിട്ടും യാതൊരു മടിയും ഉണ്ടാകുകയില്ല.
സ്വാർത്ഥതയുള്ളവർക്ക് എന്ത് ദുഷ്ടത പ്രവർത്തിക്കുവാനും ഒരു മടിയും ഉണ്ടാകില്ല. ഹേറോദേസ് രാജാവ് എന്തുകൊണ്ടാണ് ആ ശിശുക്കളെ വധിക്കുവാനായിട്ട് ആഗ്രഹിച്ചത്? പ്രിയപ്പെട്ടവരെ, എല്ലാ ആൺകുട്ടികളെയും 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും വധിക്കണമെന്ന് ക്രൂരവും നീചവുമായ കൽപ്പന പുറപ്പെടുവിച്ചത് എന്തുകൊണ്ടാണ്? കാരണം പിറന്നിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഒരാൾ രാജാവാകാനുള്ളവനാണെന്നറിഞ്ഞപ്പോൾ അയാൾ അസ്വസ്ഥനാകുകയാണ്. ദുഷ്ടതയുടെ കാർമേഘം അയാളുടെ മനസ്സിനെ മുഴുവൻ അന്ധകാരമയമാക്കി. അയാൾക്ക് ഇരിക്കപ്പുറതിയില്ലാതായി. തനിക്കും തന്റെ കുടുംബത്തിനും രാജാധികാരം നഷ്ടപ്പെടുവാൻ പോവുകയാണ്. അങ്ങനെ അയാൾക്ക് തോന്നിയപ്പോൾ അയാളുടെ മനുഷ്യ മനസാക്ഷി മരിച്ച അയാൾ ഒരു ദുഷ്ടനായി മാറി. കരുണയും നീതിയും ന്യായവും അയാൾ കാറ്റിൽ പറത്തിയിട്ട് തന്റെ അധികാരം നിലനിർത്തുവാൻ അയാൾ പരിശ്രമിച്ചു. അതിനയാൾ കണ്ടെത്തിയ മാർഗമായിരുന്നു ഈ ശിശുവധം. എനിക്കൊരിക്കലും അധികാരം നഷ്ടപ്പെടരുത്, എന്തുവെന്നാലും എനിക്ക് എന്റെ സൗകര്യങ്ങൾ നഷ്ടപ്പെടരുത്. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ രക്തം ചിന്തിയിട്ടാണെങ്കിൽ കൂടെ എനിക്ക് ഈ രാജസിംഹാസനത്തിൽ തുടരണം. അത് ഞാൻ ഒഴിഞ്ഞു കൊടുക്കില്ല. ആരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ കൂടെ, ആരെയൊക്കെ തടവിലാക്കിയിട്ടാണെങ്കിൽ കൂടെ, ആരെയൊക്കെ കള്ളക്കേസിൽ കുടുക്കിയിട്ടാണെങ്കിൽ കൂടെ എനിക്കധികാരത്തിൽ തുടരണം. പ്രിയപ്പെട്ടവരെ, ദുഷ്പ്രവൃത്തി ചെയ്യാൻ അധികാരത്തിന്റെ പിൻബലം ഉപയോഗിക്കുന്നവർ നമുക്ക് ചുറ്റും ഇന്ന് ധാരാളമുണ്ടെന്ന് പറയാതെ തന്നെ നമുക്കറിയാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന്റെ പ്രഭ മങ്ങുന്നിടത്താണ് സ്വാർത്ഥതയുണ്ടാകുന്നത്. സ്വാർത്ഥത തഴച്ചു വളരുന്നത് അവിടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വാർത്ഥമതികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് പഠിപ്പിക്കുവാൻ ഈശോ പറഞ്ഞ ഒരു ഉപമയുണ്ട്. ധനവാന്റെയും ലാസറിന്റെയും ഉപമ. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തില് നമ്മളത് വായിക്കുന്നു. തന്റെ വീട്ടുപടിക്കൽ വ്രണങ്ങൾ ബാധിച്ച് നല്ലൊരു വസ്ത്രം പോലും ഉടുക്കുവാനില്ലാതെ, മേശയിൽ നിന്നും വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ പോലും വേണ്ടത്ര കഴിക്കുവാനില്ലാതെ ദുഃഖദുരിതം അനുഭവിച്ച് കഴിയുന്ന ലാസർ ഒരു ഭാഗത്ത്, സ്ഥിരമായി പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് ദിവസവും വിഭവസമൃദ്ധമായ വിരുന്ന് ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ധനവാൻ മറുഭാഗത്ത്, തന്റെ വീട്ടിൽ വടിക്കൽ കിടക്കുന്നവന് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും, അവന് ഉണ്ണാനില്ലെങ്കിലും ഉടുക്കാനില്ലെങ്കിലും, അവന് രോഗമാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അവനുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് തിന്നണം, അവനില്ലെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് കുടിക്കണം, എന്റെ കാര്യം നടക്കണം, എനിക്ക് പട്ടുചുറ്റി നടക്കണം, അല്ലെ? എന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണം. എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മുടക്കം കൂടാതെ നടക്കണം. അതിന് കുറവൊന്നും വരാൻ പാടില്ല. അപരനില്ലാത്തതും ഉള്ളതുമൊന്നും എനിക്ക് വിഷയമേ അല്ല. എനിക്ക് എന്റെ കാര്യം, അവനവന്റെ കാര്യം, ടീച്ചറിന് ടീച്ചറിന്റെ കാര്യം, ഭർത്താവിന് ഭർത്താവിന്റെ കാര്യം. അങ്ങനെയാണോ വീട്ടില്? അല്ല. അതിന് കാരണം എന്താണ്? അവിടെ സ്നേഹമുള്ളത് കൊണ്ടാണ്. ആരാണ് സ്വാർത്ഥത എന്ന് പറഞ്ഞത്? അവരുടെ വീട്ടിൽ സ്വാർത്ഥതയാവുള്ളത്. സ്നേഹമെന്ന വാക്ക് പോലും വരില്ല. പ്രിയപ്പെട്ടവരെ, ധനവാൻ ലാസറിനെ ഏതെങ്കിലും തരത്തിൽ അതിക്രമം കാണിച്ചതായി ഈശോ പറയുന്നില്ല. അവന് വിരുദ്ധമായിട്ട് ചെയ്തത് എന്താണ്? അവൻ ചെയ്ത തെറ്റെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ധനവാൻ അന്വേഷിച്ചത് സ്വന്തം താല്പര്യം മാത്രമായിരുന്നു. അവൻ അന്വേഷിച്ചത് സ്വന്തം സുഖ സൗകര്യങ്ങൾ മാത്രമായിരുന്നു. അവന്റെ ഹൃദയം നിറയെ ഞാനും എനിക്കുള്ളവയും എന്റെ സുഖവും എന്ന ചിന്ത മാത്രമായിരുന്നു. ധനവാന്റെ ജീവചരിത്രത്തിൽ മറ്റുള്ളവർക്ക് യാതൊരു സ്ഥാനവും പരിഗണനയുമില്ലായിരുന്നു. അയാളുടെ നിഘണ്ടുവിൽ പരസ്നേഹമെന്ന ഒരു വാക്ക് പോലുമില്ലായിരുന്നു. അതിന്റെ ഫലമെന്തായിരുന്നു? ക്ഷണിച്ചു വരുത്തിയ ഒരു ദുരന്തത്തിന്റെ ദുഃഖ കഥാപാത്രമായി മാറിയ ധനവാന്റെ കഥ അവസാനിക്കുമ്പോൾ
സ്വാർത്ഥതയുടെ കൊട്ടാരത്തിൽ ജീവിച്ച ധനവാൻ നരകത്തിലെ കെടാത്ത അഗ്നിയിൽ അധപ്പതിച്ചു കിടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ നാവ് നനയ്ക്കാൻ ഒരു ജലഗണം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് അയാൾ. അപ്പോഴാണ് അവൻ ആദ്യമായിട്ട് ലാസറിന്റെ മുഖം കാണുന്നത്, അത് മരണശേഷം. പ്രിയപ്പെട്ടവരെ, സ്വാർത്ഥത നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഇപ്രകാരമുള്ള ഒരു ദുരവസ്ഥയിലേക്കായിരിക്കുമെന്ന് ദിവസവും നമ്മൾ കുറിച്ചിട്ട് ഓർക്കേണ്ടതാണ്. എത്ര ദിവസം കുറിച്ചിടണം? ഒരു ദിവസം പോരാ, ഒരാഴ്ച പോരാ. ഒരു പുതിയ കലണ്ടർ കിട്ടുമ്പോൾ ഓരോ ഡേറ്റിൽ നമ്മൾ ഇത് കുറിച്ചിടണം. കലണ്ടറിന് അങ്ങനെയും ചില ഉപകാരങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഉപയോഗിക്കണം. ആദ്യമായിട്ടൊരു കലണ്ടർ കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിയിടണം, അല്ലെങ്കിൽ നമ്മൾ മറന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറഞ്ഞാൽ സ്നേഹമില്ലാതെ ജീവിക്കുന്നവർക്ക് സ്വർഗത്തിലിടമുണ്ടാകുകയില്ല. സ്വാർത്ഥത നിന്നെ നീ അറിയാതെ തന്നെ നരകത്തിലെത്തിക്കുന്നു. സ്വർഗം സ്വന്തമാക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ പരസഹായം ചെയ്യുവാനായിട്ട് ലാസർമാരെ അന്വേഷിച്ച് നമ്മൾ നമ്മുടെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യമില്ല. ഉണ്ടോ? ലാസർമാർ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല, പേടിക്കണ്ട. നമ്മൾ ഇവിടുന്ന് ഈ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ലാസർമാരൊക്കെ അവിടെ ഉണ്ടാകും. കുടുംബത്തിൽ യാതൊരു പരിഗണനയും ലഭിക്കാത്തതിന്റെ പേരിൽ അവശരായി തീർന്ന, അവശത അനുഭവിക്കുന്നവരെ നീ കാണാതിരിക്കുമ്പോൾ, പ്രായമായ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യാതിരിക്കുമ്പോൾ, അവരെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ, അവരെ അവഗണിക്കുമ്പോൾ, അവരൊക്കെ ആരായി മാറുകയാണ്? ലാസർമാരായി മാറുകയാണ്. അപ്പൊ നമ്മളൊക്കെ ആരായി മാറുന്നു? നമ്മളൊക്കെ സ്വാർത്ഥതയുള്ള ധനവാന്മാരായി മാറുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പനി പിടിച്ചു വിറങ്ങലിച്ചു കിടക്കുന്ന ഭാര്യയോട് യാതൊരു കരുണയും കരുതലുമില്ലാതെ എനിക്കൊരു ചായ ഉണ്ടാക്കി തന്നിട്ട് നീ വന്നു കിടന്നോ എന്ന് പറയുന്നവർക്കും, എന്റെ ഷർട്ടൊന്ന് തേച്ചു വെച്ചിട്ട് നീ റെസ്റ്റ് എടുത്തോ എന്ന് പറയുന്നവർക്കും, സ്വന്തം ഇഷ്ടങ്ങളെ പൊന്നിഷ്ടങ്ങളാക്കി മറ്റുള്ളവർക്ക് വിമ്മിഷ്ടം നൽകുന്നവർക്കുമൊക്കെ ലഭിക്കുന്ന ഒന്നാം സ്ഥാനം, ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് ധനവാനെ പോലെ നരകമായിരിക്കും. ഈ നരകം തന്നെയായിരിക്കും അവർക്ക് ലഭിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്. യേശുവിനെ പോലും കുരിശിൽ കയറ്റിയ സ്വാർത്ഥതയുടെ പേരെന്താണ്? യൂദാസ്. തന്റെ ഗുരുവിന് എന്തു തന്നെ കഷ്ടതയുണ്ടായാലും എനിക്കത് പ്രശ്നമല്ല, എനിക്ക് പണം കിട്ടണമെന്ന ചിന്തയാണ് യൂദാസിനുണ്ടായിരുന്നത്. അയാൾ ചോദിക്കുന്നത്, ഞാൻ ഗുരുവിനെ നിങ്ങൾ കേൾപ്പിച്ചു തന്നാൽ എനിക്ക് എന്ത് ലഭിക്കുമെന്നാണ്. അയാളുടെ മുഴുവൻ ചിന്ത എനിക്ക് കിട്ടുന്നതിനെ കുറിച്ചായിരുന്നു. എന്തെനിക്ക് കിട്ടും? സ്വാർത്ഥതയിൽ മുഴുകി ജീവിച്ച യൂദാസിന് എനിക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ച യൂദാസ് അവസാനം എന്താണ് കിട്ടിയത്? എന്ത് കിട്ടി? മാത്രമല്ല ഒരു മരക്കൊമ്പും കിട്ടി. ഒരു മരക്കൊമ്പും ഒരു മുഴങ്കയർ. പ്രിയപ്പെട്ടവരെ, സ്വാർത്ഥതയുടെ പര്യവസാനം എന്ന് പറയുന്നത് ഒരു ദുരന്തമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് കണ്ണുകളടക്കാം. നമുക്കൊരുമിച്ച് പറയാം, ഈശോയേ, എന്റെ ഉള്ളിലുള്ള സ്വാർത്ഥ ചിന്തകളെ പിഴുതു മാറ്റണമേ. ക്രിസ്തുവിന്റെ സ്നേഹ മനോഭാവത്താൽ എന്നെ നിറയ്ക്കണമേ. അപരന്റെ നന്മയ്ക്കു വേണ്ടി എല്ലാം പരിത്യജിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. മറ്റുള്ളവരുടെ താല്പര്യങ്ങളെ പരിഗണിക്കാൻ എനിക്ക് കൃപ നൽകണമേ. എന്റെ ചുറ്റുമുള്ളവരുടെ ശ്രേഷ്ഠത അംഗീകരിക്കുവാൻ എന്നെ പരിശീലിപ്പിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.
പരിശുദ്ധാത്മാവാണ് പ്രിയപ്പെട്ടവരെ നമ്മളിൽ സ്നേഹം നിക്ഷേപിക്കുന്നത്. നമ്മുടെ വ്യക്തിജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ സ്നേഹമുള്ളവരായി വളരുവാനും സ്വാർത്ഥത എന്ന തിന്മയെ പിഴുതുമാറ്റുവാനും നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ആഗ്രഹിച്ച് ദാഹിച്ച് കരമടിച്ച് ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.